ഇബ്ലീസിന്റെ ഷർറില്ലാതെ റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ എണ്ണി പറയാൻ കഴിയുന്നില്ല റബ്ബേ. എല്ലാം നീ അറിയുന്നവനാണ്. എല്ലാ വിഷമങ്ങളും നീ ദൂരീകരിച്ച് സലാമത്ത് നൽകണം അല്ലാഹ്. സലാമത്ത് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് അല്ലാഹ് ഞങ്ങളെ ഹബീബിൻ്റെ ഞങ്ങളെ കരളിൻ്റെ കഷ്ണമായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഹളറത്തിലൊന്ന് പുതി തിരുവോളം പോകാറ് റബ്ബേ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. മദീനത്തൊന്ന് പോയി അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക യാ ഷഫീഅല്ലാഹ് എന്നൊരു സലാം അറിയാതെ ആ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കാതെ, പടച്ചവനെ പുതി തിരുവോളം നിസ്കരിക്കാതെ, മക്കയിലെ ഹറമിലൊന്ന് നിസ്കരിക്കാതെ, പടച്ചവനെ അവിടുന്നൊന്ന് സുജൂദ് ചെയ്യാതെ, മുത്തുനബിയെ ഒന്ന് കാണാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ല അല്ലാഹ്. മണ്ണിലേക്ക് വിളിക്കല്ല അല്ലാഹ്, മണ്ണിലേക്ക് വിളിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ദുആ ചെയ്യാൻ ഒരിക്കലും പ്രാപ്തനല്ല, ചണ്ടിച്ചവറാണ് റബ്ബേ. നീ തന്നെ നിഅമത്താണ്, നീ ഉയർത്തണേ റഹ്മാനെ. ഞങ്ങളുടെ ഈ പരിപാടി നീ ഉയർത്തണേ അല്ലാഹ്. ഈ മജ്ലിസിനെ നീ ഉയർത്തണേ അല്ലാഹ്, വാരോളം ഉയർത്തണേ റഹ്മാനെ. ഇതിനുള്ള തടസ്സങ്ങളൊക്കെ നീക്കി ഇത് എല്ലാവരിലേക്കും എത്തിക്കണേ റഹ്മാനെ. പടച്ചവനെ റഹം റഹീമായ റബ്ബേ, ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയത്ത്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മിനിറ്റിൽ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്കൻഡിൽ ഞങ്ങളെ ഹബീബിൻ്റെ മുത്തുനബിൻ്റെ ഹളറത്തിലായിക്കൊണ്ട്, മദീനത്തെ പള്ളിയിൽ സുജൂദിലായിക്കൊണ്ട്, ഹബീബായ മുത്തുനബിൻ്റെ അതേ ഒരു വെള്ളിയാഴ്ച ദിവസം സുജൂദിലായിക്കൊണ്ട് മുത്തുനബിൻ്റെ ഫോട്ടോ കണ്ടുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ